ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് കൊച്ചിയിലാണ്. ആൻഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയും. കറക്റ്റ് സമയത്ത് തന്നെ എത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിയിലോട്ടേക്ക് മെട്രോ കിട്ടിയിട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങളും പോരെ. അപ്പം നമ്മുടെ ഈ കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഒരു ഫെറി സർവീസാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് വാട്ടർ മെട്രോയാണ് ഈ കൊച്ചി വാട്ടർ മെട്രോ. അതുപോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫെറി സർവീസ് കൂടിയാണ് ഈ കൊച്ചി വാട്ടർ മെട്രോ. 2016 കൺസ്ട്രക്ഷൻ തുടങ്ങി 2021 ഇതിൻ്റെ ഫസ്റ്റ് റൂട്ടായിട്ടുള്ള വൈറ്റില ടു ഇൻഫോ പാർക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചതാണ്. അതുപോലെ ഇതിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ 2023 ഏലൂർ, ചേരനല്ലൂർ, സൗത്ത് ചിറ്റൂർ, ഹൈക്കോർട്ട് ജംഗ്ഷൻ, വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, വൈറ്റില, കാക്കനാട്, വില്ലിംഗ്ടൺ ഐലൻഡ് ആൻഡ് മട്ടാഞ്ചേരി. സിംഗിൾ ജേണി പാസുകൾക്ക് പുറമെ ഡെയിലി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ട് 1500 രൂപയ്ക്ക് ക്വാർട്ടർലി പാസും അതുപോലെ 800 രൂപയ്ക്ക് മന്ത്ലി പാസും 180 റുപ്പീസിന് വീക്ക്ലി പാസും അവൈലബിൾ ആണ്. കൊച്ചി മെട്രോ സർവീസ് പോലെ തന്നെ കൊച്ചി വാട്ടർ മെട്രോ സർവീസും നമ്മുടെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് മറ്റൊരു നാഴികക്കല്ല് കൂടിയാണ്. രാവിലെ 7 മണി മുതൽ തുടങ്ങി രാത്രി 8 മണി വരെ നടത്തുന്ന ഈ ഫെറി സർവീസിൻ്റെ മിനിമം ചാർജായി ഈടാക്കുന്നത് 20 രൂപയും അതുപോലെ മാക്സിമം ടിക്കറ്റ് ചാർജായിട്ട് ഈടാക്കുന്നത് 40 രൂപയുമാണ്. അപ്പോൾ കൊച്ചി മെട്രോയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യ സ്പീഡിലാണ് കേട്ടോ ബോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ബോട്ടിൻ്റെ അടുത്തൂടെ നല്ല ഹ്യൂജായിട്ടുള്ളൊരു വലിയ ഷിപ്പ്. അത് പോകുമ്പോൾ ശരിക്കും ഞങ്ങൾ അറിഞ്ഞു, ബോട്ടൊക്കെ നന്നായിട്ടൊന്ന് കുലുങ്ങി. ഹോങ്കോങ്ങിൽ നിന്ന് വന്ന ചരക്ക് കപ്പലാട്ടോ ഇത്. സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ കപ്പൽ കാണുമ്പോൾ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണല്ലേ. പ്രത്യേകിച്ച് കണ്ണൂക്കാരെ എനിക്ക്. കൊച്ചിക്കാർക്ക് ഇത് വലിയ പുതുമയുള്ള കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷേ കുട്ടികളുടെ കൂടെ ഞാനും അതിങ്ങനെ നോക്കി അങ്ങോട്ട് നിന്ന്. ഫോട്ടോ അടിച്ചെന്ന് ഞങ്ങൾ നേരെ മട്ടാഞ്ചേരിക്ക് വിട്ടു. അപ്പം ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ പല മലയാള സിനിമയിലും പ്രധാന ലൊക്കേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവോ ഇത് ഏതാ സ്ഥലം എന്ന്? ഇന്ത്യയിലെ തന്നെ പഴക്കമേറിയ ജൂതശ്മശാനങ്ങളിൽ ഒന്നാണിത്. ഇവിടെ മലയാളത്തിന് പുറമെ ഹീബ്രു ഭാഷയിലും വിവരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് പോലും. പൂട്ടിയിരിക്കുന്നതിനാലും വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലാത്തതിനാലും ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ല കേട്ടോ. നടന്ന് ഞങ്ങൾ മട്ടാഞ്ചേരി ജൂത തെരുവിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. 2017 ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് നേറിയ ആശാനാണ് സിംഗിൾ കാസ്റ്റിൽ പണിത ഈ വാർപ്പിന് ഏകദേശം 12 അടി വീതിയും അതുപോലെ 3184 കിലോഗ്രാം ഭാരവും ഉണ്ട്. വെറുതെ അല്ല അല്ലേ റെക്കോർഡൊക്കെ കിട്ടിയത്. ഫേമസ് ആയിട്ടുള്ള പരദേശി സിനഗോഗ് കൂടി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അപ്പോഴേക്കും വഴിയോരങ്ങളിൽ കച്ചവട തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. പലതരം ക്രാഫ്റ്റ് വർക്കുകളും നല്ല ചന്ദനത്തിരികളും പിന്നെ കുറേ കേരള ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ആയിട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടന്ന് ഞങ്ങളിവിടെ പരദേശി സിനഗോഗിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. പരദേശി എന്ന വിദേശി എന്നാണ് അർത്ഥം. അപ്പം വിദേശികളായ ജൂതന്മാർ 1568 നമ്മുടെ കൊച്ചി രാജാവായ രാമവർമ്മ നൽകിയ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു സിനഗോഗ് പണിതത്. ഫ്രൈഡേയും സാറ്റർഡേ ഒഴികെ മറ്റുള്ള അവധി ദിവസങ്ങളിലും ഇവിടെ സന്ദർശകർക്ക് പ്രവേശനം ഇല്ല കേട്ടോ. 19-ാം നൂറ്റാണ്ടിൽ ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന ഗ്ലാസ് ചാൻഡിയറുകളും വിളക്കുകളും പിന്നെ 18-ാം നൂറ്റാണ്ടിൽ ചൈനയിലെ കാൻറ്റണിൽ നിന്ന് കൊണ്ടുവന്ന കൈകൊണ്ട് വരച്ചിട്ടുള്ള 100-ൽ പരം വെള്ളയും നീലയും കലർന്ന ടൈലുകളും ഈ അകത്തളങ്ങൾക്ക് മോടി കൂട്ടുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ച് ഇടപ്പള്ളിയിൽ എത്തിയിട്ടോ. സെൻറ്റ് ജോർജ് ഫെറോന ചർച്ച് അഥവാ ഇടപ്പള്ളി ചർച്ച് എന്നറിയപ്പെടുന്ന ഈ ഒരു പള്ളിയും കൂടി സന്ദർശിച്ച് ഞങ്ങളങ്ങനെ കൊച്ചി വിട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.